லூக்கா சுவிசேஷம் 1 அத்தியாயம் 37 வசனம். Luke chapter 1 verse 37. லூக்கா எழுதின சுவிசேஷம் 1 அதிகாரம் 37 வசனம். Luke chapter 1 verse 37. தெய்வத்தினு ஒரு காரியமும் அசாத்தியம் அல்லல்லோ. தேவனால் கூடாத காரியம் ஒன்று உண்டோ? For with God nothing is impossible. தேவனால் கூடாத காரியம் ஒன்று உண்டோ? தெய்வத்தினு ஒரு காரியமும் அசாத்தியம் அல்லல்லோ. எல்லாம் கழியும் தெய்வத்தினு. ஆமென். உல்பத்தி 18:14, ஜெரேமியா 32:17, ஜெரேமியா 32:27 அதே வசனம் நம்ம படிப்பிக்கின்ற நாம் ஆராதிக்கின்ற தெய்வம் ஏகாதிபதி, தன்னியனாய ஏகாதிபதி, the only potentate, எல்லாம் கழிகின்ற சர்வ சக்தன். லூக்கோஸ் 1 அத்தியாயத்தில் 2 குடும்பங்களை நாம் காணுங்க. ஒன்று ஒரு புரோகிதன்ற குடும்பம், நீதிமானாக ஒரு பக்தன்ற குடும்பம், மற்றொன்று ஒரு மரப்பணிக்காரனாய ஆசாரியோட குடும்பம். நீதிமானாக புரோகிதன் சக்கரியா, எலிசபெத். இவட பிரார்த்தனை விஷயம் ஒரு കുഞ്ഞിൻ്റെ കാല് കാണാൻ. They prayed and prayed and prayed. ലൂക്കോസ് 1:7 മലയാളത്തിൽ 2 പേരും വാർദ്ധക്യത്തിലായി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇംഗ്ലീഷിൽ it does not say they are very old. No. വേറൊരു വാചകം അവിടെ ഉണ്ട് ഇംഗ്ലീഷിൽ. They are stricken in years. They are stricken in years. അതിൻ്റെ അർത്ഥം പല്ലും പോയി, കൂനും വീണ്, കയ്യിൽ തടിക്കമ്പുമായി, മുട്ടി 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 നോക്കി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമേ. They knocked and knocked and knocked and cried. Grant a child. മുട്ടി മുട്ടി നോക്കി, കിട്ടിയതേയില്ല. അവസാനം അതിര് കടന്നപ്പോൾ ദൈവം വന്ന് ഇവരുടെ വീട്ടിൻ്റെ വാതിൽ തട്ടി. ആമേൻ. ഇവർ തട്ടി തട്ടി നോക്കി, ഇവർ ഉപവസിച്ച് നോക്കി, ഇവർ മുട്ടി മുട്ടി നോക്കി, കിട്ടിയതേയില്ല. അതിര് കടന്നപ്പോൾ മഹാകാരുണ്യവാനായ ദൈവം വന്ന് ഇവരുടെ വീടിൽ മുട്ടി. നീ ഗർഭവതിയാകും. ഗബ്രിയേൽ ദൂതൻ സ്ത്രീകൾക്കുൾ കൃപ പ്രാപിച്ച അമ്മ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് പറയും, നീ ഗർഭവതിയാകും. തണ്ടർസ്ട്രുക്ക്, ഇടി വീണതുപോലെ നിന്റെ ചാർച്ചക്കാരത്തി
എലിസബത്ത് ഇപ്പോൾ 6 മാസം, നീയും അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വാതിലടഞ്ഞ് അധ്യായം ക്ലോസ്, ഡോക്ടർമാർ കൈമലർത്തി, നാട്ടിൽ പാട്ടായി, കണ്ടാൽ കാറുതുപ്പെന്ന് അടഞ്ഞ അധ്യായം ദൈവം തുറക്കുവാൻ അവൻ്റെ കയ്യിൽ ബലമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നാതെ മറിയത്തിൻ്റെ ജീവിതത്തിൽ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് വാഗ്ദത്തവും അത്ഭുതവും വാരി വഴങ്ങി നൽകിയതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങളും നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്ത് തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ കഴിയും. 2020 ആഗസ്റ്റ് 20 അന്നു മുതൽ എൻ്റെ ശരീരം നിങ്ങളുടെ തടിമില്ലിൽ വെട്ടിയിട്ട ഒരു തടിക്കഷ്ണം പോലെ, എൻ്റെ നരമ്പുകൾ ചത്ത്, ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ ഉള്ള സർവ നരമ്പുകളും ചത്ത്. ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് പ്രസംഗിച്ചു. ആഗസ്റ്റ് 20 മുതൽ 2021 പുതുവർഷം അടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിലവിളിച്ച്, അറ്റ്ലീസ്റ്റ് ഫാർ ന്യൂ ഇയർ മീറ്റിംഗ് ലെറ്റ് മീ സ്റ്റാൻഡ് ആൻഡ് പ്രീച്ച്. പുത്താണ്ടെങ്കിലും കർത്താവ് എന്നെ നിർത്തി പ്രസംഗിപ്പിക്കണമേ. അതുവരെ ദൈവം വിട്ടില്ല. ലോകചരിത്രം ഡോക്ടർമാർ ഓരോ നരമ്പുകളും പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞ്, ഈ രോഗത്തിൻ്റെ പേരാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. ഇതിന് മരുന്നില്ല. നിങ്ങൾക്ക് നരമ്പ് തന്ന ദൈവം തന്നെ അതിനെ തൊടണം. ആമേൻ. ജനുവരി 1 എന്നെ നിർത്തണമേ. സ്വർഗത്തിലെ ദൈവം മഹാകാരുണ്യവാൻ. 2020 ഡിസംബർ 27 അതൊരു ഞായറാഴ്ച ദിവസം ഇരുന്നിട്ട് ഞാൻ നിലവിളിച്ച്, ഇതാ അഗ്നി ഇറങ്ങുന്ന. ആദ്യം അഗ്നി എന്നിൽ ഇറങ്ങി, എൻ്റെ നരമ്പുകൾ ദൈവം തൊട്ട് പുതുജീവൻ നൽകി. പണ്ട് ഇരുന്നതേക്കാൾ ആരോഗ്യം ദൈവം എനിക്ക് മടക്കി തന്ന്. കഴിയും, ദൈവത്താൽ കഴിയും, എന്നാൽ കഴിയുകയില്ല. എഴുന്നേൽക്കണമെങ്കിൽ അവൻ വിചാരിക്കണം. നാം എല്ലാവർക്കും ദൈവത്താൽ കഴിയും. അവന് കഴിയാത്തത് ഒന്നുമില്ല. ദേവനാൽ മുടിയാട കാര്യം ഒന്നുകൊണ്ടോ? ഉൽപ്പത്തി 18:14, ജെരേമിയ 32:17-27, ലൂക്കോസ് 1:37, 1 തിമോത്തിയോസ് 6:15. അവനാൽ കഴിയാത്തത് ഒന്നും തന്നെയില്ല. ആകയാൽ സന്തോഷമായിരിപ്പിൻ. എല്ലാവരും സന്തോഷമായിരിപ്പിൻ. ആമേൻ, ആമേൻ, ആമേൻ. നീതി നിമിത്തം നീയും ഞാനും ഉപദ്രവവും ഭീഷണിയും പീഡനവും സഹിക്കുമ്പോൾ നമ്മെ വിടുവിച്ച് നമുക്ക് ജയം നൽകുവാൻ ദൈവത്തിന് കഴിയും. നമ്പർ 1. രണ്ടാമത്, ഈ ആത്മീയ ഓട്ടത്തിൽ യേശുവിനെ ലാക്കാക്കി ഓടുന്ന ഈ അല്പ ആയുസ്സിൽ വീഴാതെ വണ്ണം നമ്മെ നിർത്തി, ആമേൻ, മഹിമാസനത്തിൻ മുമ്പിൽ നമ്മെ ധീരതയോട് കൊണ്ടു നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും.
പോരാ, കൈകളെ തട്ടണം. മൂന്നാമത്, അവൻ നമുക്ക് നൽകിയ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ച് തരുവാൻ ദൈവത്തിന് കഴിയും. സമയം ലഭിക്കുന്നത് പോലെ നാം ഇത് അല്പം ആഴമായി ധ്യാനിച്ച് കർത്താവിന് നമുക്ക് തൊടാം. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റമെങ്കിലും നമുക്കിന്ന് തൊട്ട് വിടുതൽ പ്രാപിക്കാം. ആമേൻ. നമ്പർ 1, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വചനം. ദാനിയേലുടെ 3 കൂട്ടുകാരന്മാർ ബാബിലോണിൽ അടിമ ചെറുക്കന്മാരായി ചങ്ങലയിട്ട് കൊണ്ടുവരപ്പെട്ട വിശ്വാസ വീരന്മാർ 3 യുവാക്കൾ. അവിടുത്തെ രാജാവ് അവരോട് ചോദിക്കും, നിങ്ങളെ വിടുവിക്കുന്ന ദേവൻ ആര്? നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ദേവൻ ആര്? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 60 മുളം പൊക്കം 6 മുളം വണ്ണമുള്ള സ്വർണ്ണ ബിംബ ദേവനെ ഉണ്ടാക്കി വെച്ചിട്ട് മുട്ടുകുത്തുവിൻ. രാജാവ് കൽപ്പിച്ചു. രാജ്യത്തിലുള്ള സർവ VIP-കളും സർവ പൊതുജനമും ന്യായാധിപന്മാർ, പ്രൊവിൻഷ്യൽ പ്രസിഡന്റുമാർ, ഗവർണർമാർ, സ്റ്റേറ്റ് സെക്രട്ടറിമാർ എല്ലാവരും ഒരാൾ പോലും ഒളിഞ്ഞു നിൽക്കാതെ ഊമ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ രാജകൽപ്പന അനുസരിച്ച് മുട്ടുകുട്ടിയപ്പോൾ ആ രാജ്യത്തിൽ ഒട്ടുമൊത്തത്തിൽ 3 ആളുകൾ, 3 യുവാക്കൾ മാറി നിന്നിട്ട് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ ധീരതയെ they did not regard king's commandment. അവർ അത് കൂട്ടാക്കിയില്ല, അവരത് വകവച്ചില്ല. ആമേൻ. കൈയിനാൽ തീർത്തത് ദേവനാകുകയില്ല. ഞങ്ങളെ തീർത്തവൻ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ മാത്രമേ ദൈവം. അവർ അതിനെ കൂട്ടാക്കിയില്ല. നിങ്ങളെ വിടുവിക്കുന്ന ദേവനാർ അവൻ പരിഹസിച്ചു. അവർ മാറി നിന്ന്, എല്ലാവരും മുട്ടുകുറ്റിയപ്പോൾ ഇവർ മാറി നിന്ന്. ഇതിൻ്റെ പേരാണ് ഭക്തി. 2 കയ്യടിയും 4 കുലുക്കുമല്ല ഭക്തി. 2 കുരിശും അല്ല, ചടങ്ങ് സമ്പ്രദായമല്ല ഭക്തി. വിഗ്രഹം വിട്ട് അവർ മാറി നിന്ന് രാജകൽപ്പന എങ്കിലും അത് അവർ വകവച്ചില്ല. നിങ്ങളെ വിടുവിക്കുന്ന ദേവനാർ, നീ ഭക്തിയോട് നിന്നാൽ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാ പേർക്കും ഈ ഭൂമിയിൽ നിന്ന് സമ്മാനമായി ലഭിക്കുന്നത് ഉപദ്രവം. ഉപദ്രവം എത്ര ഉപദ്രവപ്പെടുത്തുവാൻ കഴിയുമോ? നീ ഭക്തനായാൽ, നീ ക്രിസ്തു ഭക്തനായാൽ, നീ ക്രിസ്തുവിൻ്റെ അടിമയായാൽ, നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനായാൽ, ഈ ഭൂമിയിൽ നിന്നെ എത്ര ഉപദ്രവപ്പെടുത്തുവാൻ കഴിയുമോ അത്ര ഉപദ്രവപ്പെടുത്തും. എത്ര നിന്ദിക്കാൻ കഴിയുമോ അത്ര നിന്ദിക്കും. എത്ര ഭീഷണി ഉയർത്തുവാൻ കഴിയുമോ അത്ര ഭീഷണി ഉയർത്തും. ഭീഷണിയിൽ കൂടെ കടന്നു പോകണം, നിന്ദയിൽ കൂടെ കടന്നു പോകണം. പക്ഷേ നിന്നെ ജയിക്കാൻ മാത്രം ഒരുത്തനെയും ദൈവം വിടുകയില്ല. നീ ജയം കാണും.